ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിൻസി രാജു. ഞാൻ പിറവത്തുനിന്ന് വരുന്നു. 2022 ജൂലൈ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത്. എനിക്ക് ഒരു 12 വർഷത്തോളമായി ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്ന ഒരു അസുഖമായിരുന്നു. HB മിക്കപ്പോഴും 7, 6, 5 ഇങ്ങനെയുള്ള ഇതായിരുന്നു. എനിക്ക് 4 മക്കളാണ്. 4ാമത്തെ കുട്ടി ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെ ബ്ലഡ് വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നത്. എല്ലാ മാസവും ഒന്നെങ്കിൽ ബ്ലഡിനുള്ള ഇഞ്ചക്ഷൻ എടുക്കും. അതിനുശേഷം ബ്ലഡ് കൂടും. അത് കഴിഞ്ഞ് പിറ്റേ മാസം പിന്നെയും ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയായിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ, അമൃത ഹോസ്പിറ്റലിൽ, അതുപോലെ കാരിതാസിൽ, ഇങ്ങനെ പല ഹോസ്പിറ്റലിൽ മാറി മാറി ഞങ്ങൾ നടന്നു. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ മാത്രം എനിക്ക് HP കൂടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറയും, HP കുറഞ്ഞു പോകും. അങ്ങനെയുള്ള അസുഖമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് 3 പ്രാവശ്യം എടുത്തിട്ട് എനിക്ക് ആ ഇഞ്ചക്ഷൻ അലർജി ഇല്ലാതിരുന്നതാണ്. 4ാമത്തെ പ്രാവശ്യം ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നപ്പോഴത്തേനും ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് പുറത്തിറങ്ങിയുള്ളൂ. അപ്പോഴത്തേക്കും എനിക്ക് തല ഇറങ്ങി, മേലെല്ലാം ചൊറിഞ്ഞ് കടിച്ച് ചുമന്ന് നീല കളറായി പെട്ടെന്ന് തല ഇറങ്ങി വീണു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലായിരുന്നു. കാരണം അവർ പെട്ടെന്ന് തന്നെ അവിടെ കടത്തി ഇഞ്ചക്ഷനും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. വളരെ സീരിയസ് ആയ ഒരിതായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ഡോക്ടർ പറഞ്ഞു, ഇനി ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഇനി HB കൂടാനായിട്ട് ഇനി വേറെ യാതൊരു മാർഗ്ഗമില്ല, ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. വേറെ ബാക്കി ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. എനിക്ക് നല്ലതായിട്ട് സുഖമായതിന് ശേഷമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് HB കുറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയോ ഇതുവരെ പിന്നീട് വന്നിട്ടില്ല. ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ അമ്മ മാതാവേ, ഞാൻ ഇവിടെ എല്ലാ മാസവും ഇവിടെ അമ്മയുടെ പ്രേക്ഷിതയായി ഇവിടെ വരുന്നുണ്ട് ഞാൻ ആളുകളെയായിട്ട്. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ പ്രേക്ഷിതയായിട്ട് വരാനായിട്ട് എനിക്ക് പറ്റാത്ത അവസ്ഥയാണല്ലോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് HB ഇനി കുറയാനായിട്ട് ഇനി ഇവിടെ വരുത്തരുതേ, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് HB താഴ്ന്ന നിലയിലോട്ട് പോയിട്ടില്ല. 10ന് മുകളിലായിരുന്നു പിന്നെ എല്ലാ പ്രാവശ്യവും. പിന്നെ അതുപോലെ എൻ്റെ മകന് +2 കഴിഞ്ഞിട്ട് 3 വർഷമായി. അവന് നേഴ്സിങ്ങിന് വിടാനുള്ള സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നിലായിരുന്നു. ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, എല്ലാ വർഷവും കോളേജിൽ അഡ്മിഷനൊക്കെ അപേക്ഷ കൊടുക്കും, പക്ഷേ അവന് അഡ്മിഷൻ കിട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൈസ നേരം കാണത്തില്ല. ലാസ്റ്റ് ഈ വർഷം അവനെ നേഴ്സിങ്ങിന് വിടാനായിട്ട് ഞങ്ങളുടെ സ്വന്തം ബന്ധുവൊന്നും അല്ലാത്ത ഒരു വ്യക്തി നേഴ്സിംഗ് വിടാനുള്ള പൈസ തന്ന് ഞങ്ങളുടെ കൊച്ചിനെ അനുഗ്രഹിച്ചു. അവന് നേഴ്സിങ്ങിന് പഠനത്തിന് വിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ എൻ്റെ യൂട്രസ് കട്ടിയാവുന്ന ഒരു അസുഖമായിരുന്നു. 10 വർഷമായിട്ട് എന്നും വയറുവേദന, സന്ധ്യാവുമ്പത്തേനും വയറ് നീർക്കെട്ട് വീണ് സന്ധ്യാവുമ്പത്തേനും വയറിലൊന്നും തൊടാൻ മേല. കുഞ്ഞുങ്ങളൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര കരയും, എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വേദന. ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങി മടുത്തു. മിക്ക ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാരണത്താൽ ഞാനത് പിന്നീട് മാറ്റി വെച്ചു. ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഞാൻ ഡോക്ടറെ കണ്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം, ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ പൈസ ഇല്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് വേണ്ട പൈസ, നിനക്ക് എത്ര രൂപ ചിലവാകുന്നു അത്രയും പൈസ ഞാൻ നിനക്ക് അടച്ചു തന്നോളാം. നീ ആ പൈസ കൊണ്ടുപോയി നീ എത്രയും പെട്ടെന്ന് ഈ രോഗത്തിനെ ചികിത്സ ചെയ്യുക, നിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് ചെയ്യുക, ഡോക്ടറെ കാണുക എന്ന് പറയുന്നു. അപ്പോൾ അന്ന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് സർജറി ചെയ്തു, എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു. എനിക്ക് ബയോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആ വയറുവേദന എന്ന അസുഖം അതുമൂലം അനുഭവപ്പെട്ടിരുന്ന എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടി. പിന്നെ എൻ്റെ പാപ്പായ്ക്ക് അറ്റാക്കും സ്ട്രോക്കും വന്നിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച ദിവസം ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൈ വിരിച്ച് പിടിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ, എൻ്റെ പപ്പായുടെ അസുഖം മാറ്റി തന്നെ. എനിക്കന്ന് കണ്ണിൽ അസുഖം മൂലം എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്ത ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാവരും വന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞു പപ്പാനെ. അതുപോലെ മരിച്ച പോലെ ആ ഒരു ഇതായി. അപ്പോൾ
ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല, എനിക്കിന്ന് പപ്പായെ കാണാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാതാവേ എൻ്റെ പപ്പായ്ക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്. മുട്ടയിൽ നിന്ന് ധ്യാനം മുഴുവൻ മുട്ടയിൽ നിന്ന് ഞാൻ കൂടി. അന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു പപ്പായ്ക്ക് ബോധം വീണ് കുഴപ്പമില്ല എന്ന്. പപ്പായുടെ അറ്റാക്കിൻ്റേതായ വിഷമങ്ങൾ മാറി. അപ്പം അതിനെ എന്നാൽ ICUവിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് അമ്മ മാതാവ് തന്നാണ്. അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന് +1 ഇപ്പോൾ +2ലാണ്. +1 ആദ്യത്തെ പരീക്ഷയിൽ അവന് 10ൽ താഴെയായിരുന്നു എല്ലാ വിഷയത്തിനും മാർക്ക്. ഞാൻ വളരെയേറെ വിഷമിച്ചു. എന്നെ ടീച്ചർമാരെല്ലാവരും വിളിച്ച് വഴക്ക് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അവൻ്റെ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്നെ അമ്മ മാതാവേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കുടുംബസമേതം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് അറിയില്ല മാതാവേ, എന്നോട് ക്ഷമിക്കണേ, എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇവിടെ വന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ അവനെയും കൊണ്ട് എല്ലാ മാസവും ഞാൻ വരുമായിരുന്നു, എല്ലാ മാസവും വന്നു. അതുപോലെ പ്രാർത്ഥിച്ചു. അവൻ്റെ എക്സാമുകൾക്കൊക്കെ പോകുമ്പം ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി ഉപ്പ് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് കുറച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവൻ്റെ ക്ലാസ് മുറിയിൽ ഇടാൻ പറയും. അവനിട്ടിരുന്നു. വന്നിട്ട് രണ്ടാമത്തെ എക്സാമിന് വന്നപ്പോഴത്തേനും അവന് നല്ല മാർക്കുണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന് ഫൈനൽ എക്സാം വന്നു. ഫൈനൽ എക്സാമിന് അവന് 80% മുകളിൽ എല്ലാ വിഷയങ്ങൾക്കും മാർക്കുണ്ട്. ഇവിടുന്ന് അച്ഛൻ വെഞ്ചിരിച്ച കാശ് രൂപം തന്ന് അവന് നെറ്റിയിൽ സൈത്ത് തൂത്തി പ്രാർത്ഥിച്ചിരുന്നു. അതിന് ശേഷമാണ് അവൻ എക്സാം എഴുതാൻ പോയിരുന്നത്. അതുകൂടാതെ നാലാമത്തെ മകന് അവൻ്റെ മേത്ത് ചൊറിഞ്ഞ് തടിക്കുന്ന അസുഖമായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം കുരിശ് വരയ്ക്കുന്ന സമയമാകുമ്പം ഇവനെന്നും മേത്ത് ചൊറിച്ചില്ല. എന്നിട്ട് മേല് മുഴുവൻ തടിച്ചു പൊങ്ങിയിരിക്കും, കൊതുക് കടിച്ചതുപോലെ മേല് മുഴുവനും. എന്നിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കുരിശ് വരയ്ക്കണ സമയമാകുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, തൈലം പൂശി വെഞ്ചരിച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഒരാഴ്ച അങ്ങനെ വെച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ആഴ്ച പോലെ, ഉടമ്പടി എടുക്കാൻ വന്നപ്പം പോലെ ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ 4 പേരാണ് വന്നത്. പിന്നെ 2 പ്രാവശ്യവും 4 പേര് വീതം വന്നു. പിന്നെയുള്ള എല്ലാ പ്രാവശ്യവും ഞാൻ ട്രാവലറിൽ അല്ലെങ്കിൽ ബസ്സിന് എല്ലാ പ്രാവശ്യവും ആളെ ആയിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. പ്രേക്ഷിത ബാലയായിട്ട് ഞാനതാണ് ചെയ്യുന്നത്. ഒരു മാസം ഒരു 3 പ്രാവശ്യമെങ്കിലും ബസ്സിൽ ആളെ കൊണ്ട് വരും. അതുപോലെ കഴിഞ്ഞ അങ്ങോട്ട് ജമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് 5 ബസ് ആൾ അവിടെ നിന്ന് വന്നിരുന്നു. അതുപോലെ ഈ പ്രാവശ്യവും അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. അതുപോലെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കാൻ പോകാറുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോകും. അതുപോലെ എൻ്റെ അടുത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വരുമ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാനൊരു പൊതുപ്രവർത്തകയാണ്. അവിടെ എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് 2.5 മാസമായുള്ളൂ. അപ്പോൾ യൂട്രസ് ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ 2 മാസക്കാലത്തിന് എനിക്ക് വരാൻ സാധിച്ചില്ല. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി. ഈ 2.5 മാസം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ കൂടി എല്ലാ മാസവും അവിടുന്ന് ബസ് വേറെ ആളുകളെ അറേഞ്ച് ചെയ്ത് ഞാനിവിടെ ആളുകളെ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമായി വിടുന്നുണ്ടായിരുന്നു.